ഇന്ന് നമുക്കൊരു ഓൺ സൈറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ തന്നെയാണ്. സോ ഞാൻ എൻ്റെ കസിനെയും കൂട്ടിയിട്ട് പോയി. അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മൾ അറിഞ്ഞത് അവർക്കൊരു ഹോസ്പിറ്റൽ കേസ് കാരണം മീറ്റിംഗ് നടത്താൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വിഷമം തീർക്കാൻ ഒരു ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് അടുത്തുള്ള ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ വെബ്സൈറ്റ് എൻക്വയറി ആയിട്ട് നമ്മൾ കയറി. ഞാൻ വീട്ടിലെത്തിയ സമയത്ത് എനിക്കൊരു കോൾ വന്നു. വിളിച്ചതൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. പുള്ളിക്ക് ഒരു വർക്ക് കിട്ടിയ സമയത്ത് കോസ്റ്റ് എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യണമെന്ന് അറിയാത്തതിന് നമ്മളെ വിളിച്ചതാണ്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും കുറച്ച് വന്നിട്ടുണ്ട്. സോ ഞാൻ എങ്ങനെയാണ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മൾ കൊട്ടേഷൻ അയക്കുന്ന സമയത്ത് നമ്മൾ കോസ്റ്റ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റീസ് നമ്മൾ എഴുതും. ഈച്ച് ഫംഗ്ഷനാലിറ്റിക്ക് നമ്മൾ എടുക്കുന്ന സമയവും നമ്മൾ എഴുതും. ആൻഡ് പെർ അവർ നമ്മളൊരു ചാർജ് എടുത്തിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക. എന്നും വിചാരിച്ചിട്ട് ഒരു മാർക്കറ്റ് വാല്യൂ 50,000 ഉള്ളൊരു പ്രൊജക്റ്റിന് നമ്മൾ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു 2.5 ലക്ഷം ആവണം എന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ ഉള്ളിൽ നമ്മൾ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഞാൻ എങ്ങനെയാണ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ഇനി നിങ്ങൾക്ക് ബെറ്റർ സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ദിസ് ഡേ 23 of Making 2 lakhs in 30 days. Name is Gayatri Mohan. Follow for more.